വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി വിഷു. അപ്പോൾ ഇവിടെ ഇന്ന് അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നുമില്ലായിരുന്നു, പക്ഷെ നമ്മളിവിടെ സദ്യയൊക്കെ ഉണ്ടാക്കി, വിളക്കൊക്കെ കത്തിച്ച് കണിയൊക്കെ ഒരുക്കി. രാവിലെ കണി കണ്ടപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം കിടന്നു വന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ എണീറ്റപ്പോഴും ലേറ്റായി. അങ്ങനെ അതെല്ലാം ചെയ്തു, ഫുഡ് കഴിച്ചു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് ഇവിടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. കുറേ നാൾക്ക് ശേഷം കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി, കാരണം കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ബാംഗ്ലൂരിൻ്റെ പല അറ്റത്തായി. അപ്പോൾ ഇന്നലെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സന്തോഷം. അപ്പം എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷം വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ ഒരു കുട്ടി വിഷു വ്ളോഗ് നമുക്ക് കാണാം. അപ്പോൾ തുടങ്ങാം. അങ്ങനെ വിഷുവിൻ്റെ തലേന്നുള്ള ഫുള്ള് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ദേ സന്ധ്യയായി. അപ്പോൾ ഇനി ലേറ്റ് ആവണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നേരെ ജാലകളിലേക്ക് വിട്ടു. അങ്ങനെ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് കൊന്നപ്പൂവൊക്കെ കിട്ടി. കാരണം മിക്കവാറും എല്ലാ പ്രാവശ്യവും ഞാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ വിഷു ആഘോഷിക്കുമ്പോഴും കൊന്നപ്പൂ അവിടെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെ പോയാലും കിട്ടൂല. അല്ല പിന്നെ നമ്മൾ മല്ലേശ്വരം ഏരിയയൊക്കെ പോകണം. അങ്ങനെ കണിക്കുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളും നാളെ സദ്യക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെയുള്ള അടുത്തടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിച്ചു. ഇപ്പം ഇങ്ങനെ മിക്കവാറും മലയാളികളെല്ലാം ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം വൈകിട്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയുണ്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു, വെളിച്ചെണ്ണ, ആട എല്ലാം വാങ്ങിച്ചു. റൂമിനടുത്തുള്ള തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബാക്കി സാധനങ്ങളും വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നോടനെ കണി അങ്ങ് വെക്കാൻ തുടങ്ങി, കാരണം കൃഷ്ണനെ കിട്ടിയില്ല. കൃഷ്ണനെ കിട്ടാൻ ലേറ്റായി. അപ്പോഴാണ് ഒരു കോൾ വരുന്നത്, ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെന്നുണ്ട്. ഇവരായിട്ടായിരുന്നു മിക്കവാറും കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ശനിയും ഞായറും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കാറുണ്ട്. എന്നുവെച്ചാൽ അവിടെ നിന്ന് സംസാരിച്ചും മിണ്ടിയും പറഞ്ഞും ഡാൻസും കളിച്ചും അവിടെ നിന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകത്തുള്ളത്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഇവരെ കണ്ടിട്ട് എനിക്ക് എന്താ അതിലേക്ക് നല്ലൊരു ടൈമിംഗ് ആയിരുന്നു ഇവർ വന്നത്, വിഷുവിൻ്റെ തലേന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അവരെല്ലാം വന്നു പോയി. അപ്പോഴത്തേ നമ്മൾ കണിയെല്ലാം ഒരുക്കി, രാവിലെ കണി കണ്ടു. അങ്ങനെ ഇതാണ് വിഷുവിൻ്റെ രാവിലെ എടുത്ത വീഡിയോ ഇത്. അങ്ങനെ അവിയലും സാമ്പാറും എല്ലാം നമ്മൾ വെച്ചു. അപ്പോൾ എൻ്റെ ജൂനിയർ കുട്ടിയാണിത്, ഐലിൻ, എൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവള് വന്നിട്ട് എനിക്ക് ബാക്കി പച്ചക്കറിയെല്ലാം അരിഞ്ഞു തന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പണ്ടാറടങ്ങാനായിട്ട് ഇപ്പോൾ എവിടെയും ഇല്ലാത്ത കറണ്ട് പോക്കാണ് എൻ്റെ റൂമിൽ. അതായത് ലേഔട്ട് മൊത്തം കറണ്ടുണ്ട്, ഈ ബിൽഡിങ്ങിൽ മാത്രം കറണ്ടില്ല. അങ്ങനെ അതെല്ലാം ശരിയായി വന്നപ്പോഴത്തേക്കും കുറേ സമയമായി. അങ്ങനെ നമ്മൾ കാളൻ ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ സാമ്പാർ, കാളൻ, ക്യാബേജ്, അവിയൽ, അടപ്രഥമൻ ഉണ്ടാക്കാൻ നോക്കിയത്. അത് ലാസ്റ്റ് പാലടയായി, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി, കടുമാങ്ങ അച്ചാറൊക്കെ ഒപ്പിച്ചു. പിന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി, ഫുഡെല്ലാം സെറ്റാക്കി നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ പതുക്കെ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിനുള്ള ഫുഡും നമ്മൾ മാറ്റി വെച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്ന് വന്നപ്പോഴത്തേ രാത്രി ഏതാണ്ട് ഒരു 11 മണി. അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മുടെ നടു ഒടിഞ്ഞു. അങ്ങനെ ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇപ്പം സമയം ഏതാണ്ട് 1 മണി കഴിഞ്ഞു.